ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ മാസ്റ്റർ വണ്ടി പെട്രോൾ ഓവർഫ്ലോ കംപ്ലൈൻ്റ് ആയിട്ട് നമ്മളിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം അഴിക്കണതാണ് കാർബേറ്റർ കേട്ടോ. നിലവിൽ പെട്രോളിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് കാർബേറ്ററിന് തേയ്മാനം വന്നതിനാണ്. ഇതിപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ മുമ്പാണ്, കുറച്ച് നാൾ, എനിക്ക് തോന്നുന്നു ഒരു 2 മാസമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. കാർബേറ്റർ നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്തൊക്കെ റീസെറ്റ് ചെയ്തതാണ്. അപ്പോൾ സംഭവിക്കുന്ന കേസ് വെച്ചാൽ ഈ ഫ്ലോട്ട് വാൽവ് എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ലോ, ഇത് ചെന്ന് അടയുമ്പോഴാണ്, ഈ കൂർത്ത ഭാഗം ചെന്ന് അടയുമ്പോഴാണ് അവിടെ പെട്രോൾ ശരിക്കും വരുന്നത് ബ്ലോക്ക് ആവണം. ആ ഭാഗം ദ്രവിച്ചോണം ആയിപ്പോയേക്കാം അതിൻ്റെ ഉള്ളിലേ. അപ്പോൾ അത് നമ്മൾ ഒന്നുകൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കാം. റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിച്ചാൽ നമുക്ക് കാർബേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കാനാണ് പറ്റുള്ളൂ കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥിതിക്ക് കാർബേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കാനാണ് പറ്റുള്ളൂ, എന്നാലാണ് അത് റെഡി ആവുള്ളൂ കേട്ടോ. അതിൻ്റെ പ്രോബ്ലം കാണിക്കാന്ന് വെച്ചാൽ ഈ കാർബേറ്ററിൻ്റെ അടിയിലേക്ക് വന്ന ഈ കറുത്ത പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ പെട്രോൾ താഴേക്ക് ചാടി വരും. അതാണ് എൻ്റെ കംപ്ലയിൻറ്റ്. അതിപ്പോൾ നിലവിലിപ്പോൾ ഒരു 10 വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കാർബേറ്റർ മോഡൽ വണ്ടികളിൽ ഒരു 8 വണ്ടിയും കംപ്ലയിൻ്റാണ്. കാരണം ഇപ്പോഴത്തെ പെട്രോൾ എത്തനോൾ മിക്സ് ചെയ്ത പെട്രോളാണ് കിട്ടണേ. അത് ഈ അലുമിനിയം ബോഡിയാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാർബേറ്റർ അസംബ്ലി എന്ന് പറഞ്ഞാൽ അലുമിനിയം ബോഡിയാണ്. അതൊക്കെ ദ്രവിച്ചു പോകുന്നൊരു സിറ്റുവേഷനാണ്. ഇത് അത്രയും കോംപ്ലിക്കേഷൻ ആയിട്ടില്ല. ഇതിന് മെയിനായിട്ട് വന്ന സംഭവം എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ക്ലാവ് പോലെ പിടിച്ചിരുന്നിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്തൊക്കെ റീസെറ്റ് ചെയ്താൽ. അപ്പം അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്രോൾ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വരാണെങ്കിൽ ഇപ്പോൾ മാറ്റി പുതിയത് വയ്ക്കാനേ പറ്റുള്ളൂ എന്നുള്ള ദിവസം. പക്ഷേ പുതിയ കാർബേറ്റർ അസംബ്ലി വെച്ചാലും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന പെട്രോൾ തന്നെയായതുകൊണ്ട് പരമാവധി നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു രക്ഷയില്ലെങ്കിൽ കാർബേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കേണ്ടി വരും കേട്ടോ. പുതിയതെന്ന് പറഞ്ഞാൽ ഓട്ടം കുറവുള്ള വണ്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഈ കംപ്ലയിൻറ്റ് കാണാം. വളരെ ഓട്ടം കുറവുള്ള വണ്ടികളാണ് കൂടുതൽ കംപ്ലയിൻറ്റ് വരാം. പിന്നെ 1-2 ദിവസം വണ്ടി എടുക്കാതെ കൂടി വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാഴ്ചയൊക്കെ വണ്ടി എടുക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൻ്റെ കാർബേറ്ററിൻ്റെ ഉള്ളിൽ ദ്രവിച്ചോണം ആ ജെറ്റുകളൊക്കെ ബ്ലോക്ക് ചെയ്യണ്ടോ. അതാണ് ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് കേട്ടോ. നമുക്ക് എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഒരു സൊല്യൂഷൻ ഇതുവരെ വന്നിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമിക് വണ്ടികളും ഇതേപോലെ കംപ്ലയിൻ്റ് ആണ്. ഇതിപ്പോൾ നിലവിൽ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെയോ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സാധനം മാറ്റി വെച്ചിട്ടോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇപ്പോൾ കാർബേറ്റർ അസംബ്ലി എന്നാണ് മാറ്റി വെച്ചാലും വീണ്ടും റിപ്പീറ്റ് ഇതേ കംപ്ലയിൻറ്റ് വന്നേക്കണ വണ്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ധൈര്യമായിട്ട് ഇന്ന സാധനം നിങ്ങൾ മാറ്റിക്കോ, നിങ്ങളുടെ ആ കംപ്ലയിൻറ്റ് മാറിക്കോളും എന്ന് പറയാൻ പറ്റാത്തൊരു കേസാണ് ഈ പറയുന്ന ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് കേട്ടോ. നമ്മളെങ്ങനെയൊക്കെ ക്ലിയർ ചെയ്താലും അത് ചൊവ്വാവാറില്ല. ഒരു പ്രാവശ്യം കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നടപടി ആയില്ലെങ്കിൽ കാർബേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കുക. പിന്നെ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ പറഞ്ഞ വണ്ടി കുറച്ചൊക്കെ ഉപയോഗിക്കുക, അതാണ് നമുക്ക് പറയാൻ പറ്റുക. വണ്ടി അനങ്ങി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടികളിൽ അത്രയും കംപ്ലയിൻറ്റ് കാണുന്നില്ല. വണ്ടി ഓട്ടം കുറവുള്ള വണ്ടികളാണ് ഈ പറഞ്ഞ കംപ്ലയിൻറ്റ് കൂടുതലായിട്ട് നമുക്ക് കാണുന്നത്. ഓക്കെ.